ഗെയ്സ്, നമ്മളിന്നിവിടെ വെക്കുന്നത് മീൻകറിയാണ്. ആദ്യം ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു, കടുകിട്ട്, ഉലുവ ഇട്ട്, ഇതെല്ലാം പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ടു. പിന്നെ അതിനായിട്ട് ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളിക്ക, പച്ചമുളക്. ഇതെല്ലാം കൂടി വന്നിട്ട് നമുക്ക് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് മൂപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തക്കാളിക്ക് ഇടാവേ. ആദ്യം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂർത്തെടുക്കുക, അതായത് ചുമല കളർ വരുന്നിടം വരെ ഒന്ന് മൂപ്പിക്കുക. നമ്മുടെ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളിക്ക് അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മാത്രം പൊടികൾ ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ച തക്കാളിക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യുവാണേ. ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും ഓരോരുത്തരും മീൻ കറി വെക്കുന്നത്. ഞങ്ങളിടയ്ക്ക് തക്കാളിക്ക ഇട്ടും കറിയൊക്കെ വെക്കും. നന്നായിട്ട് വഴണ്ട ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളിക്കായും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് നമ്മൾ വഴറ്റിയത് നന്നായിട്ട് ഒരുമാതിരി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി, ഫിഷ് മസാല, മുളക് പൊടി ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഫിഷ് മസാല, മല്ലിപ്പൊടി, ലേശം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ജോയിൻ ചെയ്ത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ചെറിയ തീയിൽ ആ പൊടിയുടെ പച്ചമണം എല്ലാം മാറുന്നിടം വരെ ഒന്ന് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നല്ലതുപോലെ ഇളക്കണം. പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കണം. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ പൊടികളെല്ലാം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് കൊള്ളാതെ വരും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുത്ത് നല്ലപോലെ ഇളക്കണേ. അപ്പോൾ പൊടിയെല്ലാം ഇവിടെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചത് മിക്സ് ചെയ്യുവാണ്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ആ കട്ടകളെല്ലാം ഒന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ പൊടി ഇളക്കിയപ്പോൾ അതെല്ലാം കട്ട പിടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഇളക്കിയെടുക്കണം. നല്ലതുപോലെ പൊടി ഇളകുന്നിടം വരെ, കട്ടകളെല്ലാം ജോയിൻറ്റ് മാറുന്നിടം വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ. നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പിട്ട് കുടംപുളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തിളയ്ക്കുന്നിടം വരെ തീ കൂട്ടി വെക്കുക. ഞാനിതിലേക്ക് നല്ലവണ്ണം വെള്ളം ഒഴിച്ചു ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 3 കഷ്ണം അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഈ അരപ്പ് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ എടുത്തിടാം കേട്ടോ. ഞാനിന്നിവിടെ വെക്കുന്നത് കടവരാലാണ്. നിങ്ങളുടെ അവിടെ ഇതിന് എന്നാ പേര് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളുടെ ഇവിടെ ഇതിന് കടവരാലെന്നും വരാലെന്നും പറയും. ഓരോ നാട്ടിലും ഓരോ പേരല്ലേ. അപ്പോൾ നമുക്ക് മീൻ ഇട്ടതിന് ശേഷം വേവിച്ചെടുക്കാവേ. അപ്പോൾ നമ്മുടെ മീനിൻ്റെ അരപ്പെല്ലാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനുണ്ടല്ലോ അതെടുത്തിടാവേ. നമ്മുടെ മീനെല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തവി കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അല്ലെങ്കിൽ മീൻ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരുപാട് ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് നല്ലതുപോലെ തിളച്ചെല്ലാം വന്ന് പകുതി വേവാകുമ്പോൾ നല്ലോണം ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് ഒരുമാതിരി നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ചാറാകുമ്പോഴത്തേനും തീ ഓഫ് ചെയ്യുക. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം നമ്മുടെ മീൻ കറി എന്താ.